ജൂലൈ 25 ലോക മുങ്ങിമരണ നിവാരണ ദിനാചരണമായിട്ടാണ് ഐക്യരാഷ്ട്ര സംഘടന 2021 മുതൽ ജൂലൈ 25 അതിനുവേണ്ടി മാറ്റിവെച്ച സാഹചര്യത്തിൽ ഇത് വളരെ ഈസി ആയിട്ട് പഠിക്കാം. നമുക്ക് ദീർഘദൂരം നീന്താം, ആയാസരഹിതമായി ദീർഘദൂരം നീന്തി സ്വയരക്ഷയ്ക്കും പരരക്ഷയ്ക്കും പ്രാപ്തമാകാം എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കുക എന്നുള്ള ജലസുരക്ഷ ഒരു ബോധവൽക്കരണ ക്യാമ്പിന്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഇത് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ലോക മുങ്ങിമരണ നിവാരണ ദിനാചരണത്തോടനുബന്ധിച്ച് ചാൾസൺ സ്വിമ്മിംഗ് അക്കാദമിയുടെ നേതൃത്വത്തിൽ 5 വനിതകൾ കായൽ ക്രോസിംഗ് നടത്തി. കൗവായി കായലിന്റെ ഭാഗമായുള്ള 1 കിലോമീറ്ററോളം വിസ്തൃതിയുള്ള രാമന്തളി ഏറൻപുഴയാണ് യുവതികൾ നീന്തിക്കടന്നത്. ജൂലൈ 25 ലോക മുങ്ങിമരണ നിവാരണ ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായാണ് നീന്തൽ പഠിക്കേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാണിച്ച് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. പ്രതിവർഷം 3500 മുതൽ 4000 വരെ ജീവനുകളാണ് ജല അപകടങ്ങളിൽ പൊലിയുന്നതെന്നും എല്ലാവരും സ്വയരക്ഷയ്ക്കും പരരക്ഷയ്ക്കുമായി നീന്തൽ പഠിച്ചാൽ വലിയൊരളവ് വരെ ഇത്തരം ജല അപകടങ്ങൾ കുറക്കാൻ സാധിക്കുമെന്നും പരിപാടിക്ക് നേതൃത്വം നൽകിയ നീന്തൽ പരിശീലകൻ ചാൾസൺ ഏഴിമല പറഞ്ഞു. ആയാസരഹിതമായി ദീർഘദൂരം നീന്തി സ്വയരക്ഷയ്ക്കും പരരക്ഷയ്ക്കും പ്രാപ്തമാകുന്നതിലേക്ക് ആകാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ അപകട മരണങ്ങൾ കൂടുതൽ സംഭവിക്കുന്നത്. മറ്റ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള ബോട്ട് കൊണ്ടുള്ള അപകടങ്ങളിലുള്ള മരണങ്ങൾ ധാരാളം വരുന്നുണ്ട്. എന്നിരുന്നു കഴിഞ്ഞാലും നമ്മൾ അതിന്റെ ഭാഗമായിട്ടാണെന്ന് അക്കാദമി ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. 5 വനിതകളാണ് ഇവിടെ നീന്താനായിട്ട് വന്നിരിക്കുന്നത്. ഒന്ന് ദിൽഷ, ഇവിടെ നിന്നായിരുന്നു ദിൽഷ വീട്? ദിൽഷ ചക്കരക്കൽ, ഒരു സിവിൽ ഡിഫൻസ് വാളണ്ടിയർ ആണ്. എൻ്റെ എനിക്ക് ഒന്ന് 4-5 എൻ്റെ ക്ലാസ് ഒരു 3 ക്ലാസ്സേ കിട്ടിയിട്ടുള്ളെന്ന് തോന്നുന്നു അല്ലേ? 4-5 ക്ലാസ്സേ കിട്ടി. അപ്പോഴത്തേക്ക് കായൽ നീന്തിക്കയറിയെത്തിയ വനിതകളെ രാമന്തളി പഞ്ചായത്ത് പ്രസിഡന്റ് വി ഷൈമ അനുമോദിച്ചു. സമൂഹത്തിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ നമുക്ക് ഏത് നിലയിൽ ഇടപെടണം, ആ ഒരു നിലയിലേക്ക് സഹായിക്കാൻ പറ്റുന്ന നിലയിലേക്കുള്ള ഒരു കഴിവ് അവർക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് കൂടി ഈ നീന്തൽ പരിശീലനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചാൾസാട്ട് ഏറ്റവും നല്ല ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. നമ്മുടെ ഈ ഒരു പുഴയോരത്ത് തന്നെ പരിമിതിയായിട്ടുള്ള പരിപാടികൾ ഇത്തരത്തിൽ സംഘടിപ്പിച്ചു കഴിഞ്ഞു. അതിലേറെ സന്തോഷം. വനിതകളുടെ നിലയിലേക്ക് നമുക്ക് ഇനിയും ആൾക്കാരെ പെരളശ്ശേരിയിലെ ഷൈജീന, പാപ്പിനിശ്ശേരി കരിക്കിൻകുളത്തെ രാഖി, ചക്കരക്കല്ലിലെ ദിൽഷ സിജിൽ, കടമ്പൂരിലെ അപർണ പ്രവീൺ, മുഴപ്പിലങ്ങാടിലെ വിൻഷ ശരത് എന്നിവരാണ് ബോധവൽക്കരണ കായൽ ക്രോസിംഗിൽ പങ്കെടുത്തത്. മീഡിയ പയ്യന്നൂർ.